നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത് ക്വസ്റ്റ്യൻ നമ്പർ 114 ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 45 പ്ലസ് തീറ്റ മൈനസ് കോസ് 45 മൈനസ് തീറ്റ. ഇവിടെ നമ്മൾ രണ്ടിടത്തും നമ്മൾ റിസൾട്ട് ഉപയോഗിച്ചാൽ മതി. രണ്ട് റിസൾട്ടുകളുണ്ട്. അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. ഇനി കോസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടതിനകത്തിൽ സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുലയും കോസ് ഓഫ് എ മൈനസ് ബിയുടെ ഫോർമുലയും നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് പ്ലേസ് ചെയ്താൽ മതി. അതായത് എയുടെ സ്ഥാനത്ത് 45ഉം ബിയുടെ സ്ഥാനത്ത് തീറ്റയും കൊടുത്ത് എയും ബിയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. ഓക്കെ, മൈനസ് കഴിഞ്ഞ ബ്രാക്കറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈനസ് കഴിഞ്ഞ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. മൈനസ് കഴിഞ്ഞ ബ്രാക്കറ്റ് ഇടുക. കോസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. ഓക്കെ, ഇനി നമുക്കിന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ 45 കോസ് തീറ്റ പ്ലസ് കോസ് 45 സൈൻ തീറ്റ മൈനസ് കോസ് 45 കോസ് തീറ്റ മൈനസ് സൈൻ 45 സൈൻ തീറ്റ വരുന്നു. ഇവിടെ നിങ്ങൾക്ക് സൈൻ 45യുടെ വാല്യൂ 1/√2 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1/√2 കോസ് തീറ്റ 1/√2 സൈൻ തീറ്റ 1/√2 കോസ് തീറ്റ 1/√2 സൈൻ തീറ്റ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 1/√2 കോസ് തീറ്റ ഈ 1/√2 കോസ് തീറ്റയുടെ കട്ട് ചെയ്ത് പോകുന്നു. 1/√2 സൈൻ തീറ്റയും 1/√2 കൂടെ സൈൻ തീറ്റയും കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ എല്ലാം കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ മനോഹരമായ ഒരു ആൻസർ ആയിരിക്കും, 0. സോ ആൻസർ വന്ന് ഓപ്ഷൻ ഡി.